നമ്മൾ ന്യൂണിൽ നിന്ന് ഒരു റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഗൈസ് ഒരു പണി കിട്ടി. ഈ വാച്ച്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യുഎയിലുള്ള നമ്മളെല്ലാവരും തന്നെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ നൂൺ എന്ന് പറയുന്നത്. ഈ നൂൺ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ റിന്യൂവഡും റീഫർബിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നൂണിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഐഫോണും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ റിന്യൂവഡും റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഐഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നൂണിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളൊരു ഡൗട്ടാണ്, ഈ പ്രൊഡക്റ്റ് ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ, ഇതിന് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുമോ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ, നമുക്ക് കുറേയധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂണിൽ നിന്ന് ഒരു റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഓർഡർ ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് വന്നതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നു. അൺബോക്സ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. ഗൈസ്, അങ്ങനെ നമ്മൾ നൂൺ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റാണ് മേടിക്കാനായിട്ട് പോകുന്നത്. അതായത് ആപ്പിൾ വാച്ച് 7 സീരീസിൻ്റെ 45mm ആണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു റിന്യൂവഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. റിന്യൂവഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും നോ സ്ക്രാച്ചസ്, അതുപോലെ തന്നെ റീസെല്ലർ, പിന്നെ 1 ഇയർ സെല്ലർ വാറൻറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാച്ചിൻ്റെ റേറ്റിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5 സ്റ്റാർ ആണ് നമുക്ക് ഈ വാച്ചിൻ്റെ റേറ്റിംഗ് ആയിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കാം, അതായത് ടോട്ടൽ എത്രയാണ് എമൗണ്ട് വരുന്നത് നോക്കാം. 646 ദിറംസ് ആണ് ഈ വാച്ചിൻ്റെ എമൗണ്ട് വരുന്നത്. അതായത് നാട്ടിലെ എമൗണ്ടിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14,000 രൂപയോളം വരും. ഗൈസ്, ഏതായാലും ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എസ്റ്റിമേറ്റ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് നാളെയാണ്. നമുക്ക് നാളെ തന്നെ പ്രൊഡക്റ്റ് കിട്ടാനായിട്ടാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡെലിവറി കാണിക്കുന്നത് നാളത്തേക്കാണ്. അപ്പോൾ നാളെ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ആവത്തുള്ളൂ. നാളെ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ആയതിനു ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് പോവാണ്. നമ്മൾ പ്രൊഡക്റ്റ് ഏതായാലും എടുത്തതിന് ശേഷം അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് പോയി പ്രൊഡക്റ്റ് മേടിച്ചിട്ട് വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആപ്പിൾ വാച്ച് 7 45mm വാച്ചാണ്. ഞാൻ ഏതായാലും പോയി പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മൾ വാച്ചാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അത്യാവശ്യം നല്ല വലിയൊരു പെട്ടിക്കകത്താണ് അവർ തന്നിരിക്കുന്നത്. പക്ഷേ വെയിറ്റും കുറവാണ്. എന്താണ് ഇതിൻ്റെ അകത്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലോട്ട് പോകാം. ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാനൊന്ന് പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ, കാരണം ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ക്യാമറ പിടിച്ച് തരാനായിട്ട് ആരുമില്ല. ഞാൻ ഏതായാലും ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കുവാണ്. ഏതായാലും നമ്മുടെ വാച്ച് തന്നെയാണ് അകത്തിരിക്കുന്നത്. ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാൻ ഏതായാലും ഇത് വാച്ച് പുറത്തെടുത്തിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞുതരാം. കാരണം ഒരു കൈ വെച്ച് വീഡിയോ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വാച്ച് പുറത്തെടുത്തതിന് ശേഷം വീഡിയോ കാണിക്കാം. ഗൈസ്, നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് ഈ വാച്ചിൻ്റെ ഈ ഒരു ബോക്സ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇതിനും വെയിറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു എയർ ബബിൾ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. കാരണം വലിയ പെട്ടിയൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ആ കൂടെ വാച്ചിൻ്റെ ഈ ബോക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഏതായാലും ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ബുക്ക് ചെയ്ത വാച്ചിൻ്റെ അതേ ബോക്സൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ബുക്ക് ചെയ്ത വാച്ച് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് 7 45mm ആയിരുന്നു. 45mm തന്നെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ വാച്ചോ ഫോണോ എന്ത് നമ്മൾ ഈ റീഫർബിഷ്ഡ് അല്ലെങ്കിൽ റിന്യൂവഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ന്യൂണിൽ നിന്ന് ബുക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരിക്കും സാധനങ്ങൾ കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് വാച്ചുണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫുണ്ട്, ചാർജറുണ്ട്, പിന്നെ ഇതിൻ്റെ പേപ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൻ്റെ ബോക്സ് ഉണ്ട്. ഇനി വാച്ചിനെ കുറിച്ച് ഞാൻ പറയാം. ഗൈസ്, ഇതാണ് നമ്മുടെ വാച്ച്. വാച്ചിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? പിന്നെ സംഭവം ഒറിജിനൽ വാച്ച് തന്നെയാണ്. ഇത് ഫേക്കോ കാര്യങ്ങളൊന്നുമല്ല,
ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിളിൻ്റെ വാച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറേയധികം ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറിയിരിപ്പുണ്ട്. പിന്നെ മിനിമലായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അതായത് നമ്മളെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നോ സ്ക്രാച്ചസ് എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ മിനിമലായിട്ടുള്ള സ്ക്രാച്ചസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെയെല്ലാം ചെറിയ ചെറിയ വരകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേയധികം, ഇത് ഓപ്പൺ ചെയ്തതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ഡസ്റ്റും ചെറിയ നമ്മൾ കണ്ണിലിട്ട കരുക്കാത്ത രീതിയിലുള്ള ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഗൈസ്, ഇനി നമുക്ക് സ്ട്രാഫിലേക്ക് വരാം. അതായത് ഇത് ഒറിജിനൽ സ്ട്രാഫ് അല്ല ഗൈസ്. അതായത് നമ്മൾ ആപ്പിളിൻ്റെ ഒറിജിനൽ സ്ട്രാഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയ രീതിക്ക് 45 mm എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് അങ്ങനെ മെൻഷനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാഫാണ്. അതായത് വാച്ച് ഒറിജിനലാണ്, ബട്ട് സ്ട്രാഫ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഗൈസ്, ഇനി ഈ ചാർജറിനെ കുറിച്ച് പറയാം. ഈ ചാർജറിന് ഒട്ടും വെയിറ്റ് ഇല്ല ഗൈസ്. ഇത് കാറ്റ് പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് സി ടൈപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആപ്പിളിൻ്റെ ഒറിജിനൽ സി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ കാണത്തില്ല. അതായത് ഈ സി ടൈപ്പ് ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചെറിയൊരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐ തിങ്ക് ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലോഗോയോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. പിന്നെ കേബിളിനും ആ പറയുന്ന ക്വാളിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആപ്പിളിൻ്റെ ഒറിജിനൽ പെട്ടിയും കിട്ടിയിട്ടുണ്ട്, ആപ്പിളിൻ്റെ ഒറിജിനൽ വാച്ചും കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റാഫും അതുപോലെ തന്നെ ചാർജറും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, ഞാൻ ആ സ്റ്റാഫ് ഒന്ന് കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ സ്റ്റാഫ് ഇതുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നില്ല ഗൈസ്. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാഫാണെന്നുള്ളത്. ആപ്പിളിൻ്റെ ഒറിജിനൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇവിടെ സെറ്റായിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സൈഡ് കണക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കണക്റ്റ് ആകുന്നുണ്ട്. പക്ഷേ ഒരു സൈഡ് പുറത്തോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാഫ് ഏതായാലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇനി ഏതായാലും ഞാനിതൊന്ന് ഓണാക്കി നോക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗൈസ്, അങ്ങനെ നമ്മൾ വാച്ച് ഓണാക്കാനായിട്ട് പോവുകയാണ്. വാച്ച് ഓൺ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആപ്പിളിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഏതായാലും വാച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അതായത് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ബാറ്ററി പെർസെൻറ്റേജ് എത്രയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സീരിയൽ നമ്പറൊക്കെ വെച്ച് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഒറിജിനൽ വാച്ചാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ലോ ബാറ്ററി ഒക്കെയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ചാർജ് കയറ്റിയിട്ട് വേണം ഇത് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ. ഫോണുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഗൈസ്, പണി കിട്ടി. പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാച്ച് ഫോണുമായിട്ട് കണക്റ്റ് ആകുന്നില്ല ഗൈസ്. ഞാനൊരു 2-3 മണിക്കൂറായിട്ട് ഇതിട്ട് വൈറ്റുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്ഡേഷൻ ചെയ്തിട്ടും വീണ്ടും നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പം വീണ്ടും അപ്ഡേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഇത് 2-3 പ്രാവശ്യം ഞാൻ കണക്ട് ചെയ്ത് നോക്കി. ഇത് ആ കൂടെ വരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം വീണ്ടും പെയറിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിൻ്റെ അകത്ത് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫോണിൻ്റെ അകത്ത് അപ്ഡേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ അപ്ഡേഷൻ കൊടുക്കും. അപ്ഡേഷൻ ഫുള്ള് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം വീണ്ടും പഴയതുപോലെ, അതായത് വീണ്ടും പെയറിങ് കാണിക്കും, വീണ്ടും അപ്ഡേഷൻ കാണിക്കും. നമ്മൾ വീണ്ടും അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പെയറിങ് കാണിക്കുന്നു. ഈ വാച്ച് ഞാനൊരു പഠിച്ച പണി 18 നോക്കി, പക്ഷേ ഇത് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ മിക്കവാറും അല്ല, ഈ പ്രൊഡക്റ്റ് ഞാൻ റിട്ടേൺ അടിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നൂണിൽ നിന്നൊക്കെ റിന്യൂവഡും അതുപോലെ തന്നെ റീഫർബിഷ്ഡും ആയിട്ടുള്ള ഫോണൊക്കെ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നോക്കിയും കണ്ടൊക്കെ മേടിക്കുക. ഈ സാധനം ഇത് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് കണ്ടിട്ട്. അതായത് നമ്മൾ ഫിസിക്കലി നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ അകത്ത് ആപ്പിളിൻ്റെ ലോഗോയും സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് പോലും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പക്ഷേ ഫോണുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. ഞാനിത് ഒരു 2-3 മണിക്കൂറായിട്ട് ഇതിനിട്ട് വൈറ്റുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് ആപ്പിൾ വാച്ച്. നമ്മൾ നൂണിൽ നിന്നൊക്കെ റീഫർബിഷ്ഡോ അല്ലെങ്കിൽ റിന്യൂവഡ് ആയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ മേടിക്കുക എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് ന്യൂ പോലെ തന്നെയുണ്ട്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റണില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഏതായാലും നൂണിന്നോ ആമസോണിന്നോ റീഫർബിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഈ റിന്യൂവഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ മേടിക്കാം.
അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇനി ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.